ഇന്ന് ഞാനൊരു ഡേ ഡ്യൂട്ടിക്ക് പോവുകയാണേ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുള്ളൊരു ഹോമിലോട്ടാണ് പോണത്. ഭയങ്കര എനർജറ്റിക് ആയിട്ടൊക്കെ പോയത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അവിടെ വെച്ച് എനിക്കൊരു വേഴ്സ്റ്റായിട്ടൊരു സന്ദർഭം ഉണ്ടായി. എൻ്റെ റെസിഡൻറ്റും ഞാനുമായിട്ടൊരു നല്ലതല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങേര് കുറച്ചൊന്ന് ഇറിറ്റേറ്റായി. എൻ്റെ മണ്ടയ്ക്ക് ചായ കോരി ഒഴിച്ചു. അതെല്ലാവരും ആൾക്കാരുടെ മുന്നിലായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇൻസൾട്ടായി. എനിക്ക് എന്നോടും എൻ്റെ വീട്ടുകാരും എല്ലാവരുടെ അടുത്തും എനിക്കൊരു വെറുപ്പ് തോന്നി. ഒരു നിമിഷത്തേക്കേ ഉള്ളൂ. കാരണം അത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് ഇൻസൾട്ടാവുമല്ലേ നമ്മൾ, സ്വാഭാവികം. പക്ഷെ കുറച്ച് നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഓക്കെ ആവാൻ ശ്രമിച്ചു ഈവനിങ് വരെ. പക്ഷെ പറ്റണില്ലായിരുന്നു. എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടായാൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. കുറേ മണിക്കൂറുകളോളം ഒറ്റയ്ക്കിരുന്ന് പൊട്ടിത്തെറിച്ച് കരയണം. കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിക്കണം. ആരെങ്കിലും വിളിച്ച് സംസാരിക്കണം. അങ്ങനത്തെ സാഹചര്യം കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ ആയില്ലായിരുന്നു അന്നത്തെ ദിവസം ഫുള്ള്. പക്ഷേ വീട്ടിൽ പോണ വഴിക്ക് അവിടെ ഒരു പാർക്കുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ആ പാർക്കിൽ പോയിരുന്നു. പാർക്കിലൊരു മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, അങ്ങനെ മണിക്കൂറുകളോളം, ഒരു 12-1 മണിയോളം ഞാൻ അവിടെ ഇരുന്നു. കുറേ ഇരുന്ന് എന്നോട് സംസാരിച്ചു, കുറേ പഴാങ്ങം പറഞ്ഞു, കരഞ്ഞു, ചിരിച്ചു. എന്തൊക്കെ എൻ്റെ മനസ്സിൽ അപ്പോഴുണ്ടാകുന്ന എല്ലാ ഇമോഷൻസും ഞാൻ എക്സ്പ്രസ് ചെയ്ത് തീർത്തു. കാരണം എന്നാൽ മാത്രമേ പിറ്റേ ദിവസം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റൂ. പിറ്റേ ദിവസം ഫുൾ എനർജിയോടെ എനിക്ക് എണീക്കാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യാനില്ല. നമ്മൾ ആരും ഇല്ലാതെ ഇവിടെ ജീവിക്കുക. പിറ്റേ ദിവസം ഞാൻ എണീറ്റാലേ എനിക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എനിക്ക് കൂടെ നിൽക്കുന്നവർ, എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് ഞാൻ നാളെ എണീറ്റിട്ടേ കാര്യമുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം നടന്നു എന്നും പറഞ്ഞ് ഞാൻ ഡൗൺ ആയിപ്പോയി കഴിഞ്ഞാൽ അത് നല്ലതല്ലല്ലോ. നമ്മളെ ലൈഫിൽ ഇത് ആദ്യമായിട്ട് നടക്കുന്നതൊന്നുമല്ല. അതുകൊണ്ട് ഇത് ഓവർകം ചെയ്യാൻ പഠിക്കണം. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ കരയേണ്ടതെല്ലാം കരഞ്ഞു തീർത്ത് ഒന്ന് ഓക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ പോയി. പാതിരാത്രി 12 മണി 1 മണി ആയെന്നേ ഉള്ളൂ. പക്ഷേ വീടെത്തി കുറേ നല്ല രീതിയിൽ കിടന്നുറങ്ങി. എനിക്ക് ദേഷ്യവും വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആഹാരം കഴിക്കണം. എനിക്ക് അപ്പോഴെന്തൊക്കെയാണോ തിന്നാൻ തോന്നിയത് അതെല്ലാം ഞാൻ വാങ്ങി തിന്നു. ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. സുഖമായിട്ട് പോയി കിടന്നുറങ്ങി. നമ്മളെ കൂടെ ആരും കാണത്തില്ല, നമ്മൾ മാത്രമേ കാണൂ. അതുകൊണ്ട് എന്ത് സാഹചര്യം വന്നാലും തളർന്നു വീഴരുത്.